കേരളത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ പൊതുവെയും ഒരു ഭരണഘടനാപരമായ വിഷയത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അധികപ്പറ്റാവുകയില്ല. അത് ഗവർണറുടെ അധികാരത്തെ സംബന്ധിച്ചുള്ള ഒരു ഭരണഘടനാപരമായ വിഷയം എന്നതിനാൽ അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അത് ഇന്ത്യയിൽ ആകെയുള്ള സംസ്ഥാനങ്ങളെയും വരും ദിവസങ്ങളിൽ ബാധിക്കുന്നതും ആണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. യഥാർത്ഥത്തിൽ സെൻട്രൽ ഗവൺമെൻറ് എന്ന പ്രയോഗം പോലും ശരിയല്ല, യൂണിയൻ ഗവൺമെൻറ് എന്ന് തന്നെ വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. ഈ അടുത്ത കാലത്ത് ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിനെ പോലും യൂണിയൻ ബഡ്ജറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സെൻട്രൽ ബഡ്ജറ്റ് എന്ന് പറയുന്ന ആ പ്രയോഗം സാങ്കേതികമായും നിയമപരമായും ശരിയല്ല. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധി പ്രധാനമായും 3 സംസ്ഥാനങ്ങളിൽ ഉത്ഭവിച്ചിട്ടുള്ളതാണ്. 1 കേരളം, 2 വെസ്റ്റ് ബംഗാൾ, 3 തമിഴ്നാട്. യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ നിയമസഭ അവരുടെ അധികാരത്തിനുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടന നൽകിയിട്ടുള്ള അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചില നിയമങ്ങൾ ജനാധിപത്യ രീതിയിൽ പാസാക്കി. ഭരണഘടനയിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഇങ്ങനെ നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ അതിൽ ഒപ്പ് വയ്ക്കണം. അപ്പോൾ നിയമസഭ ഇത്തരം നിയമങ്ങൾ നയപരമായ പുതിയ തീരുമാനങ്ങളാകാം, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ആ സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാകാം. എന്തായാലും ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയമസഭയിൽ ഒരു നിയമം പാസാക്കിയാൽ സ്വാഭാവികമായി ഗവർണർ അതിന് അംഗീകാരം കൊടുക്കുക എന്ന ഒരു സ്ഥിതിയാണ് ദശാബ്ദങ്ങളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിൽക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ആ ഒരു രീതിയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധി വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ നിയമസഭ പാസാക്കിയ ചില ബില്ലുകൾ അവിടുത്തെ ഗവർണർ തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഏതാണ്ട് 8 ബില്ലുകൾ രാജ്ഭവനിൽ ഇപ്പോഴും അനുവാദം കിട്ടാതെ ഇരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലുള്ള റിപ്പോർട്ട്. അതിൻ്റെ പ്രധാനമായ കാരണം അവിടുത്തെ ഗവൺമെൻറ്റും തമ്മിലുള്ള ആശയ സംഘട്ടനമാണ്. അവിടെ രാഷ്ട്രീയമായ കാരണങ്ങൾ അതിലുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നതിന് വലിയ അർത്ഥമില്ല. അങ്ങനെ രാഷ്ട്രീയമായി അഭിപ്രായ സംഘടനകൾ തുടരുന്നത് ഒരു സംസ്ഥാനത്തെ ഗവർണറിനും അവിടുത്തെ ഗവൺമെൻറ്റിനും ആശാസ്യമായിട്ടുള്ളതല്ല. ആ സംസ്ഥാനത്തിൻ്റെ വികസനത്തെയും വളർച്ചയെയും ഒക്കെ അത് വല്ലാതെ ബാധിക്കുമെന്നുള്ള കാര്യം കേവലമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയം മറന്നുകൊണ്ട് ഭരണഘടനാപരമായി അവിടെയുള്ള ഗവർണറും അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയും ഒക്കെ ഒരു സമവായത്തിൽ പോകേണ്ട അനിവാര്യതയുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും അതിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും അനിവാര്യമായിട്ടുള്ളത്. പശ്ചിമ ബംഗാളിലെ സ്ഥിതി തന്നെയാണ് ഏതാണ്ട് തമിഴ്നാട്ടിലും സംഭവിച്ചിരിക്കുന്നത്. തമിഴ്നാട് നിയമസഭയിൽ പാസാക്കിയ ചില നയപരമായിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ അവർ ഭൂരിപക്ഷ അഭിപ്രായത്തോടെ നിയമസഭയിൽ ചർച്ച ചെയ്ത് പാസാക്കിയ നിയമങ്ങൾ പലതും അവിടുത്തെ ഗവർണർ പിടിച്ചു വച്ചിരിക്കുകയാണ്, ഒപ്പിട്ട് മടക്കി കൊടുത്തിട്ടില്ല. ഇതുതന്നെയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന സ്ഥിതിയും. കേരളത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള സർവകലാശാലയെ ബാധിക്കുന്നതായിട്ടുള്ള നിയമം, ലോകായുക്തയെ ബാധിക്കുന്നതായിട്ടുള്ള നിയമം, സഹകരണ സംഘങ്ങളെ ബാധിക്കുന്നതായിട്ടുള്ള നിയമമൊക്കെ നിയമസഭയിൽ പാസാക്കിയിട്ട് മാസങ്ങളോളം ഇപ്പോൾ അത് രാജ്ഭവനിൽ വിശ്രമിക്കുകയാണ്, അനുവാദം കൊടുത്തിട്ടില്ല. ഇന്ത്യയുടെ ഭരണഘടനയുടെ 14-ാം വകുപ്പ് അനുസരിച്ച് എല്ലാ തരത്തിലും സമത്വം ഉണ്ടാകണം, ഒരു സമഭാവന ഉണ്ടാകണം എന്ന് അനുശാസിക്കുന്നുണ്ട്. റൈറ്റ് ടു ഇക്വാളിറ്റി ഇന്ത്യൻ ഭരണഘടനയുടെ 14-ാം വകുപ്പ് അനുശാസിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ നിയമസഭകൾക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങളുണ്ട്.
അത് സ്ഥാപിച്ചു കൊടുക്കുവാൻ കേന്ദ്രം നിയമിക്കുന്നതാണെങ്കിലും ആ ഗവർണർമാർക്ക് ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ 120, 121, അതുപോലെ 123 തുടങ്ങിയതായിട്ടുള്ള ആ ഭരണഘടനാ വകുപ്പുകൾ ഗവർണറുടെ അധികാരം സംബന്ധിച്ച് വ്യവസ്ഥകൾ അല്ലെങ്കിൽ ചില വ്യക്തമായിട്ടുള്ള സൂചനകൾ നൽകുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ഗവർണർ അതാത് സംസ്ഥാനത്തെ നിയമസഭകളുമായി ബന്ധപ്പെട്ട് പോകേണ്ടത്, അവരുടെ അധികാരം ഏത് തരത്തിൽ ഉപയോഗിക്കണം, ബില്ലുകൾ അനുവദിക്കുന്ന കാര്യങ്ങൾ ഏതെല്ലാമാണ് അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ എന്നൊക്കെ ഭരണഘടന അനുശാസിക്കുന്ന 200-ാം വകുപ്പിലും 201-ാം വകുപ്പിലും അതുപോലെ 213-ാം വകുപ്പിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള വകുപ്പുകളിലെ അതിൻ്റെ ആശയം ഉൾക്കൊള്ളാതെ ഈ ഗവർണർമാർ പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപത്തോടു കൂടിയാണ് ഇപ്പോൾ കാര്യങ്ങൾ കോടതിയിലെത്തിയിരിക്കുന്നത്. കേരള സർക്കാർ ഒരു പടി കൂടെ കടന്ന് സുപ്രീം കോടതിയിൽ ഈ ഗവർണർമാരുടെ ഈ ബില്ല് അംഗീകാരം നൽകുന്നതിനുള്ള നിഷേധത്തിനെതിരായി കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. എന്നാൽ കേരളത്തിലെ ഗവർണർ ഒരു പടി കൂടെ കടന്ന് ചില നിയമങ്ങൾ അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തില്ല എന്ന് മാത്രമല്ല, മാസങ്ങളോളം കയ്യിൽ വെച്ചിട്ട് ഒടുവിൽ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ അവകാശം ഉപയോഗിച്ചുകൊണ്ട് അത് രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുകയാണ്. 7 നിയമങ്ങൾ അതുപോലെ രാഷ്ട്രപതിക്ക് കേരളത്തിൽ നയിച്ചു കൊടുത്തിട്ട് 3 നിയമങ്ങൾ മാത്രമേ രാഷ്ട്രപതിയും അംഗീകരിച്ചുള്ളൂ. ബാക്കി 4 നിയമങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതിനെതിരായിട്ടും കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. അപ്പോൾ കേരള സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗവർണർമാരുടെയും രാഷ്ട്രപതിയുടെയും അധികാരങ്ങൾ ഈ തരത്തിൽ ഉപയോഗിക്കുന്നത് സംസ്ഥാനത്തിന് വളരെ ഹാനികരമാണ്, അതിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെടണം എന്നുള്ളതാണ്. ഇത് വളരെ ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു കേസായി തന്നെ തീരാൻ പോവുകയാണ്. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന വിധി എന്തായാലും അത് കേരളത്തെയും ബംഗാളിനെയും തമിഴ്നാടിനെയും മാത്രമല്ല ബാധിക്കാൻ പോകുന്നത്, കേരളത്തിലെ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളെയും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ബന്ധപ്പെട്ടവർക്കെല്ലാം നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അടുത്ത മാസം ഈ കേസ് പരിഗണനയ്ക്കെടുക്കുന്ന അടിയന്തര പ്രാധാന്യത്തോടുകൂടെ സുപ്രീം കോടതി നടപടിയിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ബംഗാളിൽ നിന്ന് കൊടുത്ത ഗവർണർക്കെതിരായിട്ടുള്ള ഒരു കേസ് ഒരു ഭാഗത്ത്, തമിഴ്നാട് കൊടുത്തിരിക്കുന്ന ഗവർണർക്കെതിരായിട്ടുള്ള ഒരു കേസ് മറ്റൊരു ഭാഗത്ത്, കേരളം ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരായി കൊടുത്തിരിക്കുന്ന കേസ് മറ്റൊരു ഭാഗത്ത്. ഇത് വളരെയേറെ ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു. ഇത് നിയമവിദഗ്ധന്മാരുടെ ഇടയിൽ പരക്കെ ചർച്ചയായിരിക്കുന്നു. മാധ്യമങ്ങളൊക്കെ ഇത് വലിയ തലക്കെട്ടോടുകൂടി കൊടുത്തിരിക്കുകയാണ്. വരുന്ന മാസം ഏകദേശം ഓഗസ്റ്റ് ഒടുവിനോടുകൂടി ഈ കേസ് പരിഗണനയ്ക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എടുക്കുമ്പോൾ ഇതിന്മേൽ ഉണ്ടാകാൻ പോകുന്ന നിരീക്ഷണങ്ങൾ ദൂരവ്യാപകങ്ങളായിരിക്കും. അത് ഏത് തരത്തിലാണ് രാഷ്ട്രപതിക്കും ഗവർണർക്കുമൊക്കെ സുപ്രീം കോടതി നിർദ്ദേശം കൊടുക്കാൻ ഭരണഘടനാപരമായി സാധിക്കുന്നത്, അതിനുള്ള അവകാശമോ അധികാരമോ സുപ്രീം കോടതിക്കുണ്ടോ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായും സുപ്രീം കോടതി ഒരു ഭരണഘടനാ ബെഞ്ച് തന്നെ പ്രത്യേകം സൃഷ്ടിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതായ സാഹചര്യം വരും. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള പരാതികളും ബംഗാളിൽ നിന്നുള്ള പരാതികളും തമിഴ്നാട്ടിൽ നിന്നുള്ള പരാതികളുമൊക്കെ പരിഗണിച്ച് തീരുമാനമുണ്ടാകുമ്പോൾ അത് ഒരു വലിയ വഴിത്തിരിവായിരിക്കും. നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ എത്ര കാലം ഗവർണർക്ക് സൂക്ഷിച്ചു വയ്ക്കാം? അല്ലെങ്കിൽ ഒന്നുകിൽ ഗവർണർ അംഗീകാരം നൽകി അത് മടക്കി അയക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ ഗവർണർക്ക് വിശദീകരണം ചെയ്യിച്ചുകൊണ്ട് മടക്കി നൽകാം. മൂന്നാമത്തേതും അവസാനത്തേതുമായ ഓപ്ഷനാണ് ഗവർണർ ഇത് രണ്ടും ചെയ്യാതെ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുക എന്നത്. ഇത് ഒരിക്കലും സുഗമമായി സംസ്ഥാനങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതല്ല. ആ തരത്തിലുള്ള ഒരു വൈരനിര്യാതന ബുദ്ധിയോടുകൂടി സംസ്ഥാന ഗവർണർമാർ പ്രവർത്തിക്കാൻ പാടില്ല. അവർ രാഷ്ട്രീയം മറന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് നിയമിക്കുന്ന ഗവർണർമാരാണെങ്കിലും ഭരണഘടനയ്ക്കുള്ളിൽ നിന്ന് പ്രവർത്തിച്ച് അതാത് സംസ്ഥാനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് സർക്കാരുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഒരു കാലത്തും ഉണ്ടാകാൻ പാടില്ല. ഒന്നുകിൽ ഈ നിയമങ്ങൾ അംഗീകരിച്ച് മടക്കി
ഈ സർക്കാരിന് കൊടുക്കുക, അല്ലെങ്കിൽ വിശദീകരണം ചോദിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവസാന കൈക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുക. അല്ലാതെ വിവേചനമില്ലാതെ അനേക നാളുകൾ ഒന്നും ചെയ്യാതെ രാജ്ഭവനിൽ തന്നെ ഈ ബില്ലുകൾ സൂക്ഷിക്കുന്നത് ജനാധിപത്യ സമ്പ്രദായത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്, ഇന്ത്യൻ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുന്ന ആശയത്തിന് വിരുദ്ധമാണ്. സംസ്ഥാന ഗവർണർമാർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഭരണഘടനയിൽ അനുശാസിക്കുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 200, 201, 213 വകുപ്പുകളിൽ അനുശാസിക്കുന്ന ചട്ടങ്ങൾ തീർച്ചയായും പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കുറേയൊക്കെ ഈ ഗവർണർമാർ ഒരു സ്വയം വിമർശനത്തിന് തയ്യാറാകണം. സംസ്ഥാന സർക്കാരുകൾ ആവശ്യമെങ്കിൽ ഒരു തിരുത്തലിന് തയ്യാറാകണം. അങ്ങനെ ഒരു സമവായത്തിലൂടെയാണ് ഭരണം കൊണ്ടുപോകേണ്ടത്. അതിന്മേൽ ഒരു പക്ഷേ ഇപ്രാവശ്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചില വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതൊരു ചരിത്ര പ്രാധാന്യമുള്ള കേസുകളാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇനിയും വരും ദിവസങ്ങളിൽ പരിഗണിക്കാൻ പോകുന്നത്. അതിൻ്റെ ഫലം എന്തായിരിക്കുമെന്നുള്ളത് ഇന്ത്യയിൽ നിയമ പണ്ഡിതരും നിയമവിദഗ്ധരും പൊതുസമൂഹവും ആകാംക്ഷയോടും ഉത്കണ്ഠയോടും കൂടിയാണ് കാത്തിരിക്കുന്നത് എന്നതാണ് പരമമായ യാഥാർത്ഥ്യം.